അറിയാൻ പാടില്ല. സാറെന്താ പേടിച്ചു പോയോ? പേടിച്ചു പോയനെ. എന്താ എഴുതുന്നേ? ഒരു പ്രേമരംഗം. പ്രേമരംഗം? ഹാൻജി. എന്താ ഈ അതെ എന്നുള്ളതിന്റെ ഹിന്ദി വാക്കാ ഹാൻജി. ഒന്ന് വായിക്കാവോ സാർ? വെറുതെ ഒന്ന് കേൾക്കാനാ. സുരേഷ് സരിതയെ ഗാഠം പുണർന്നു, നെറുകയിൽ ചുംബിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു, ഡു യു ലവ് മീ സുരേഷ്? ടെൽ മീ പ്ലീസ്. ചുറ്റും നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഹാൻജി. ഇത് കേട്ട് സൂര്യൻ നാണിച്ച് തലതാഴ്ത്തി. അവന്റെ പരുപരുത്ത താടി രോമങ്ങൾ അവളിൽ ഇക്കിളി ഉണർത്തി. രണ്ടിണക്കുരുവികൾ ചക്കപ്ലാവിന്മേലിരുന്ന് കൊക്കുരുമ്മി. ആകാശത്തമ്പിളി കണ്ണു ചുമ്മി. പെട്ടെന്ന് അവന്റെ കൈനഖങ്ങൾ വളർന്നു. തവളകൾ കാറി, പക്ഷികൾ പാറി, ചുണ്ടുകൾ കീറി. ഇതൊന്നും സാർ ഇങ്ങനെ? ഇതൊരു പൈശാചിക നോവലാണ്. മരം കൊത്തി വാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന പൂച്ച കറുത്ത പൂച്ച വായിക്കാറില്ലേ? ഇല്ല. അയ്യോ, വായിക്കണം. ഇതൊരു പക്ഷേ ചലച്ചിത്രമാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ സിനിമാ താരങ്ങളെ നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞൊരു പരസ്യവും കൂട്ടത്തിലുണ്ട്. ഏറ്റവും നല്ല നിർദ്ദേശത്തിന് സിനിമാ നടൻ ഇന്നസെന്റിന്റെയോ മാമുക്കയുടെയോ 10 വയസ്സിന് താഴെയുള്ള ഒരു ക്യാബിനറ്റ് സൈസ് ഫോട്ടോ പത്രാധിപരുടെ സ്വന്തം കയ്യൊപ്പോടെ അയച്ചു തരും. കൂടാതെ ഒരു സൗജന്യ ചിറാപ്പുഞ്ചി യാത്രയും ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. സാറൊരു അസാധാരണ മനുഷ്യനാ. എന്നെ പരിചയപ്പെടുന്ന പലരും ഇത് പറയാറുണ്ട്. സാറെന്താ കല്യാണം കഴിക്കാത്ത? എന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടെത്തിയില്ല. ഇതുവരെ കണ്ടില്ലേ? കണ്ടെത്തി. എവിടെ? ഇവിടെ. ഇവിടെയോ? അതെ. ആരാ? പറയാം. പക്ഷേ ഇഷ്ടമല്ലെങ്കിൽ ചേട്ടനോടോ അച്ഛനോടോ പറയരുത്. ഞാനാണോ ആള്? ഇഷ്ടമാണോ? വളവിൽ, നീ എന്താ ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് കിടക്കുന്നത്? നിന്റെ മൂക്കിന് എന്ത് പറ്റി? എന്റെ സൃഷ്ടി എവിടെ? സൃഷ്ടിയോ? എന്റെ ഫയല്, സഞ്ചി, എന്റെ സൃഷ്ടികൾ മുഴുവൻ അതിനകത്തായിരുന്നു. ഊളംപാറ കൊണ്ടുപോറായോ? കൂവെന്നോ? വെരി കൾച്ചർലെസ്. സോറി മിസ്റ്റർ അച്യുതൻപിള്ളേ, ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ആം വർഗീസ് വളവിൽ, പ്രശസ്ത നോവലിസ്റ്റ്. വിളിക്കുന്നെങ്കിൽ അങ്ങനെ വിളിക്കണം. അതേ, ആ പേര് തന്നെ ഒരുമാതിരി വളഞ്ഞൊടിഞ്ഞതാ. അതായി വിളിക്കുമ്പോ ഈ വളഞ്ഞു പോകുന്നേ. അല്ല, ഇഷ്ടമല്ലെങ്കിൽ വളയ്ക്കാതെ വിളിക്കാം. പ്രശസ്ത നോവലിസ്റ്റ് വർഗീസ് വളവിൽ സാറേ, ഉണ്ടോ ഒരു 100 രൂപ എടുക്കാൻ? ഞാൻ ആർക്കും സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറില്ല. വേണമെങ്കിൽ എന്റെ 2 നോവലുകൾ തരാം. എന്തിനാ, കാപ്പി തിളപ്പിക്കാനോ? അല്ല, അത് കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടും. അയ്യോ വേണ്ട, അത് സാറ് തന്നെ വാങ്ങിയാൽ മതി. എങ്കിൽ ഞാൻ നിസ്സഹായനാണ്. ഹെൽപ്ലെസ്. സാറ് നിന്നെ ചോദിക്കട്ടെ, നിങ്ങളും ദേവിയും തമ്മിൽ പ്രേമത്തിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നറിഞ്ഞാൽ പറയാമായിരുന്നു. ഈ പ്രേമം യഥാർത്ഥമാണോ അല്ലയോ എന്നറിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാമായിരുന്നു. യാഥാർത്ഥ്യമാണ്. പറിച്ചു നട്ടാലും പറങ്കി മാങ്ങാ പോലെ മുളച്ചു പൊങ്ങുന്ന അപൂർവ സാഗര സംഗമം. പാട്ടി കഴുകണ മോനെ, കൂത്തി കോടലുമാല ഞാൻ പുറത്തെടുക്കും എന്നവളുടെ അച്ഛൻ പറഞ്ഞാലും പിന്മാറാതെ പിടിച്ചു നിൽക്കാൻ സാറിന് ധൈര്യമുണ്ടോ? ഉണ്ടടാ പട്ടി. എന്നൊന്നും സംസ്കാരമില്ലാത്ത രീതിയിൽ ഞാൻ മറുപടി പറയില്ല. പരമാവധി ശ്രമിക്കും. പരാജയപ്പെട്ടാൽ ഏതെങ്കിലും കടാപ്പുറത്ത് പോയി പാടി പാടി മരിക്കും. തകഴി വേലുപ്പിള്ള എഴുതിയ ഓടയിൽ നിന്ന് എന്ന നാടകത്തിലെ കറുത്തമ്മയെ പോലെ. വേലുപ്പിള്ള അല്ല, തകഴി ശിവശങ്കര പിള്ള. പിള്ള ഏതായാലും തള്ള ഒന്നല്ലേ ഉള്ളൂ. ഞാനൊരു ജോക്ക് കാച്ചിയതല്ലേ ചേട്ടാ. മിടുക്കൻ. അപ്പൊ നീ എന്റെ ചേട്ടന്റെ മകളെ പ്രേമിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. കൊച്ചച്ഛന്റെ. അതാരേ കൊച്ചച്ഛൻ? ഇത്
എടുക്കാനുണ്ടോ നിന്റെ 200 രൂപ ഉണ്ട്. ഇങ്ങ് വാ. പ്രകാശൻ ചായ കുടിച്ചിരുന്ന ചായക്കടയെ കുറിച്ച് വരെ എഴുതിയിട്ടുണ്ട്. ഇതിന് ഉടനെ ഒരു പോമഴി കണ്ടില്ലെങ്കിൽ നമ്മൾ അകത്താകുന്നുള്ള കാര്യം ഉറപ്പാ. നമ്മളോട് കളിച്ചാ അവൻ കളി പഠിക്കും കേട്ടേ. വലിക്കടാ. നീ എന്താ ഇഞ്ചി എന്ന കുറഞ്ഞ പോലെ ഇരിക്കണം? അങ്ങോട്ട് വലിക്കടാ. ഹാഞ്ചി ആഞ്ചിയല്ല അങ്ങ് ഇഞ്ചി. ഹാഞ്ചി എന്റെ പ്രാണനാണ് പോയത്. കൊച്ചച്ഛൻ അറിയോ? നിനക്ക് കഥയല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. ഉണ്ടാക്കിയ കഥയൊന്നുമല്ല, സംഭവ കഥ. സത്യമാണോ? ആ നീ അത് വലിക്ക. ആ ഒരു ലോറി മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ ഇടുക്കിയിലെത്തുന്നു. ഇടുക്കിയിലോ? തോക്കിനകത്ത് കയറി വെടിവെക്കാടാ. അയാൾ ഒളിവിൽ കഴിയുന്ന സമയത്ത് കട്ടപ്പനയിലെ ഒരു ചായക്കട കയറി ഒരു ചായ കുടിക്കുന്നു. കഴിക്ക. ചായ എന്ന് പറഞ്ഞാൽ ദേ ഇതിനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആയ ചായ. ചായ ഇട്ടതാരാണെന്നറിയാവോ? ചായക്കടക്കാരൻ കട്ടപ്പന കൊച്ചു പറയിച്ചെന്റെ മോള് കൊച്ചു ത്രേസ്യ. ഇത് ചേട്ടന്റെ സ്വന്തം കഥയല്ലേ? എന്താ എന്റെ കഥ എഴുതാൻ കൊള്ളില്ലേ? കൊള്ളായികയൊന്നുമില്ല. ആ എന്നാ എഴുതിക്കൂ. പിന്നെ ഒന്നും നോക്കിയില്ല, കയ്യോടെ അവളെ അവിടുന്ന് അങ്ങ് പോക്കി. അവിടെ മതം മാറ്റണമെന്ന് ചേട്ടൻ. അവിടെ വാലും മുറിച്ച് കളഞ്ഞ് ചട്ടയും മുണ്ടും മാറ്റി സെറ്റ് ഉടുപ്പിച്ച് ചന്ദനക്കുറിയും തൊടിയിച്ച് കാർത്തിയാനി ഇന്ന് പേര് വിട്ടാലും അവിടെ ചങ്കിനകത്തിരിക്കുന്ന കർത്താവ് കുടിയിറങ്ങി പോകുവോ? ബുദ്ധിമുട്ടാ. ആ അപ്പൊ അവക്ക് അവിടെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം. മതം ഏതായാലും മനുഷ്യരൊന്നായാൽ മതി. എന്താ നിനക്കൊരു ഇഷ്ടപ്പെടാരിക? ഇതില് വായനക്കാരെ ഹരം കൊള്ളിക്കാൻ വേണ്ടി മാത്രം ഒന്നുമില്ല. കുറച്ചുകൂടെ ഹരം വേണം. പോരെ? പോരാ. നവാ ആ. ചോദിച്ചോ. സന്ധ്യ പുണ്യുള്ളവ, സന്ധ്യ പുണ്യുള്ളവ, സന്ധ്യ പുണ്യാളവ, സന്ധ്യ പുണ്യാളവ, വെള്ളക്കുതിരയി ചടുപുട്ട് ചട്ടുപുട്ട് സന്ധ്യ പുണ്യാളവ, സന്ധ്യയേറെയായി അന്തിമോന്തിയായി ചന്തചാപ്പിലെ പട്ട തീർന്നു പോവും സന്ധ്യ പുണ്യാളവാവ. വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ, വെണ്മ എത്രയോ ഹായ്, ചുട്ടു നീലം ഹായ്, തുള്ളി നീലം ഹായ്. പാരാത്രിക്ക് വണ്ടി നെഞ്ചത്ത് കൊണ്ടുവന്ന ഏത് കുഞ്ഞാലി? എന്താ കുഞ്ഞാലി? ബംഗ്ലാവിലോട്ട് എല്ലാം പറഞ്ഞു. ആര് പറഞ്ഞു? മുതലാളി. ഏത് മുതലാളി? വലിയ മുതലാളി. വലിയ മുതലാളി. എന്നാ വാടാ. അച്ചോട്ടനോട് മാത്രം ചെല്ലാനാ പറഞ്ഞേ. ഇവൻ എന്റെ സ്വന്തം ആളാ. അതായത് ഡയറക്റ്റ് എന്തുവാടാ? ഫ്രണ്ടാ. ആ ഫ്രണ്ടാ. വരട്ടെ. മുതലാളി വിളിച്ചല്ലേ? കേറടാ കേറടാ മരുമോനെ, കേറടാ കേറടാ മരുമോനെ, കേറടാ. എന്തുവാടാ? ഫ്രണ്ടാ. ആ ഫ്രണ്ടാ. വരട്ടെ. മുതലാളി വിളിച്ചല്ലേ? കേറടാ കേറടാ മരുമോനെ, കേറടാ കേറടാ മരുമോനെ, കേറടാ. നീ എവിടെ പോടാ? കൊച്ചച്ഛൻ പോയിട്ട് വാ, ഞാനിവിടെ നിന്നോളാം. നീ ഇങ്ങോട്ട് കേറുന്നുണ്ടോ? ഞാനിവിടെ നിന്നോളാം. എടാ ഇങ്ങോട്ട് കേറാനാ പറഞ്ഞു. വേണ്ടത് ഞാനിവിടെ നിന്നോളാം. വരുമ്പോ ഇവിടെ കാണണം. ഹാഞ്ചി. ഓക്കേ. ഗുഡ് മോർണിംഗ് സാഹിബേ. അച്ഛാ വരി അച്ഛൻ. അതെ ഐ ആം സോറി. അകത്തേക്ക് വരാൻ പറ്റിയ ഒരു കണ്ടീഷനിലല്ല ഞാൻ. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള ഇവിടെ നിന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല, എങ്കിലും വരി. എന്നാ പിന്നെ ഓക്കേ. എന്ത് വരവ് എങ്ങനെയുണ്ട്? നല്ല സ്റ്റൈലല്ലേ? എന്ത് ചെയ്യാ സാഹിബ് അറാവായി പോയി. ഒന്ന് കണ്ട് കൊതിച്ചോ. നടക്ക് നടക്ക്. സചിത്ര ഫീച്ചർ.
എഴുതുന്നത് വർഗീസ് വളവിൽ. ഞങ്ങൾ പറഞ്ഞതിപ്പോഴെന്തായി? അവൻ രഹസ്യമായി അന്വേഷണം നടത്തുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ അവനിപ്പോ ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? വേറ്റ് തുറക്കടാ. പറയീസേ, പറ, നമുക്ക് പോവാം. ഇവനൊന്നും ശരിയല്ലടാ. പറയീസേ, പറയീസ്, പറയീസ്, പറയീസേ. സത്യം പറയണം, നിന്നെ പീസ് പീസാക്കി കടലിലെറിഞ്ഞാൽ ഒരു പട്ടി അറിയാൻ പോകുന്നില്ല. അത് കള്ളം, നിങ്ങൾ അറിയില്ലേ? എന്താ പറഞ്ഞ? വർഗീസ് വളവിൽ, നിന്റെ വളവ് ഞങ്ങൾ നിവർത്തിയെടുക്കും. താങ്ക് യു. വേണ്ട വേണ്ട, എന്റെ പൊണ്ണ് സാറന്മാരെ, ഞാൻ വെറും നോവലിസ്റ്റ് ആണ്. നീ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന എന്തിനാ? ഇവൻ പെരുങ്കളനാ, അവന്റെ മുഖം കണ്ടില്ലേ? അതെ, ഡിറ്റക്റ്റീവ് നോവൽ എഴുതി എഴുതി എന്റെ മോന്ത ഇങ്ങനെ ആയിപ്പോയതാണ്. മുമ്പ് എന്റെ ഫേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സത്യമാണോ? നിങ്ങളുടെയൊക്കെ അമ്മയാണ് സത്യം. യുവർ മദേഴ്സ് പ്രോമിസ്. നീ ക്രൈം ബ്രാഞ്ച് അല്ലേ? എനിക്ക് ഒരു ബ്രാഞ്ചും ഇല്ല, ഞാൻ തന്നെ ഹെഡ് ഓഫീസ്. എങ്കിൽ ഇനി നീ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഹാഞ്ചി. കാഞ്ചിയോ? കാഞ്ചിയല്ല, ഹാഞ്ചി. തീരുമാനിച്ചോന്ന്. ഹിന്ദിയാ. ഞാൻ ബോംബെയിൽ കുറച്ചാളുണ്ടായിരുന്നേ ടീച്ചർ എഴുതാൻ. അപ്പൊ കാഞ്ചി ഞങ്ങൾ പറയും പോലൊക്കെ ചെയ്യണം. ആരാണ്? ഞാനാ, വർഗീസ്. നീ ഇതെവിടെ പോയി? ഞാൻ അത് പിന്നെ എന്താ ചാക്കിൽ? ആരാധകരുടെ കത്തുകളാ. ഇതാരും കാണാതെ സിറ്റിയിൽ ഒരിടത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നതാ. കൊച്ചച്ചൻ സാഹിബിന്റെ ബംഗ്ലാവിലേക്ക് പൊയ്ക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് ഓർത്തത്. ഇതൊരു കഞ്ചാവിന്റെ മണം. സോറി, ഞാനൊരു ബീഡി വലിച്ചതാ. സ്മോക്കിംഗ്. കഞ്ചാവ് പിടിയോ? എടാ, മുട്ടയെന്ന് വരുമ്പോ ഇതൊക്കെ വലിച്ചാലേ ചങ്ക് വാടിപ്പോവും, മനസ്സിലായോ? ഹാഞ്ചി. എന്താ? അതേന്നുള്ളതിന്റെ ഹിന്ദിയാ. ഒറിജിനൽ ഹിന്ദിക്കാർ രണ്ട് രീതി പറയും. ജി ഹാം, ഹാഞ്ചി. ഹാഞ്ചി എന്ന് പറയുന്ന എനിക്കിഷ്ടം. വരട്ടെ. നെല്ല് നെല്ല്. എന്താ? മറ്റേ വീതി ഉണ്ടോ എടുക്കാൻ? ഇല്ല. എന്നാ പോ. എന്റെ അമ്മായിയമ്മയുടെ ആഞ്ചി.